ഓൺലൈനിൽ നിങ്ങൾ കാണുന്നതിനെല്ലാം പിന്നിൽ ചില അദൃശ്യ ശക്തികളുണ്ട്. നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോ ആരാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റും ഒരു അദൃശ്യമതിൽ പണിയുന്നത് ആരാണ്? അതൊരു വ്യക്തിയല്ല, പിന്നെയോ വളരെ ശക്തമായ ഒരു സിസ്റ്റമാണ് ഇതിന് പിന്നിൽ. ഇതിനെയാണ് അൽഗോറിതം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് കാണിക്കണമെന്ന് തീരുമാനിക്കുന്ന കുറച്ച് നിയമങ്ങൾ, അതാണ് അൽഗോരിതം. ഇതിന്റെ ലക്ഷ്യം നിങ്ങളെ സത്യം കാണിക്കുക എന്നല്ല, മറിച്ച് ആ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ നേരം പിടിച്ചിരുത്തുക എന്നതാണ്. പക്ഷേ എൻഗേജ്മെന്റിലുള്ള ഈ ശ്രദ്ധയ്ക്ക് അപകടകരമായ ഒരു സൈഡ് എഫക്റ്റ് കൂടിയുണ്ട്. ഇതൊരു ഫിൽട്ടർ ബബിൾ ഉണ്ടാക്കും. അതായത് നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ചേർന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു അദൃശ്യമതിൽ. ഈ ബബിളിനകത്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചില ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇമോഷണൽ കണ്ടന്റ്, ബോട്ട് നെറ്റ്വർക്കുകൾ, പിന്നെ അജണ്ട സെറ്റിംഗ്, ഇവയാണ് പ്രധാന ആയുധങ്ങൾ. ഭയം, ദേഷ്യം പോലുള്ള വികാരങ്ങൾ വരുന്ന പോസ്റ്റുകൾക്ക് അൽഗോരിതം കൂടുതൽ റീച്ച് കൊടുക്കും. കാരണം അതിന് പെട്ടെന്ന് റിയാക്ഷൻ കിട്ടും. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഫേക്ക് ട്രെൻഡുകൾ ഉണ്ടാക്കും. അപ്പോ അൽഗോരിതം തെറ്റിദ്ധരിച്ച് ആ വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തിക്കും. ഇതിനിടയിൽ ശരിക്കുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായി ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് കൂടുതൽ പ്രചാരം കിട്ടും. ഇതിന്റെ പ്രത്യാഘാതങ്ങള് വ്യക്തിപരം മാത്രമല്ല, സാമൂഹികം കൂടിയാണ്. ചിലപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ വരെ ബാധിച്ചേക്കാം. ഉദാഹരണത്തിന് മൈക്രോ ടാർഗറ്റിംഗ്. നിങ്ങളുടെ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് മാത്രമായി ചില പൊളിറ്റിക്കൽ പരസ്യങ്ങൾ അയക്കും. ഇത് വലിയ രീതിയിൽ വോട്ടർമാരുടെ ചിന്തയെ സ്വാധീനിക്കാൻ സഹായിക്കും. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഈ മതില് നമുക്ക് തകർക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഈ മതിൽ തകർക്കാനായി 4 സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1, ഡിജിറ്റൽ ലിറ്ററസി നേടുക. കാണുന്നതെന്തും ചോദ്യം ചെയ്യുക, എപ്പോഴും സോഴ്സ് ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 2, പലതരം സോഴ്സുകളെ ആശ്രയിക്കുക. നിങ്ങളുടെ ഫീഡ് മാത്രമല്ല വാർത്തയുടെ ലോകമെന്ന് ഓർക്കുക. സ്റ്റെപ്പ് 3, അൽഗോരിതത്തെ വെല്ലുവിളിക്കുക. അതായത് നിങ്ങളോട് യോജിക്കാത്ത അഭിപ്രായങ്ങൾ മനഃപൂർവ്വം പോയി കാണുക. സ്റ്റെപ്പ് 4, സുതാര്യത ആവശ്യപ്പെടുക. ഇതിനായി ടെക് കമ്പനികളെയും ഗവൺമെന്റിനെയും നമ്മൾ പ്രഷർ ചെയ്യണം. കാരണം സത്യത്തെ ഒരു ഡിജിറ്റൽ കർട്ടന് പിന്നിൽ ഒളിപ്പിക്കാൻ ഒരു ചെറിയ കൂട്ടം ആളുകളെ നമ്മൾ അനുവദിച്ചുകൂടാ. അപ്പോ അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നിങ്ങളുടെ ചിന്തകൾ ശരിക്കും നിങ്ങളുടേത് തന്നെയാണോ?